ഡിസംബർ മാസം, മഞ്ഞിൻ്റെ മാസം, കുളിരിൻ്റെ മാസം, ക്രിസ്മസ് മാസമല്ലേ. അപ്പോൾ ഈ മാസത്തെ ഞങ്ങളുടെ പെരിയാൻ പാലിയേറ്റീവ് വിസിറ്റ്, റോട്ടറി മിസ്റ്റിമുളസ് തിരുവാമ്പുഴയുടെ പെരിയാൻ പാലിയേറ്റീവ് കിടപ്പ് രോഗികളുടെ വിസിറ്റ് ആരംഭിക്കുകയാണ്. കൂടെ ഞങ്ങൾ കുറച്ച് സമ്മാനങ്ങൾ, സാന്താക്ലോസ് അല്ലെങ്കിലും സാന്താക്ലോസിൻ്റെ സമ്മാനങ്ങളുമായിട്ട് ഞങ്ങൾ തിരുവമ്പാടി പഞ്ചായത്തിലെ കിടപ്പ് രോഗികളെ, മലമുകളിലുള്ള കിടപ്പ് രോഗികൾ സന്ദർശിക്കാൻ പോവുകയാണ്. കുറച്ച് ക്രിസ്മസ് കേക്കുമായിട്ട് ഞങ്ങൾ നമ്മുടെ FHSC എന്നുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ സുനീർ ബായും ഫിസിസ്റ്ററൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്രിസ്മസിൻ്റെ എല്ലാവിധ സന്തോഷവും മംഗളങ്ങളും നേരുന്നു. അതെയോ അതെയോ അല്ല, ആള് സെൽഫാ സ്വന്തം ചെയ്തോളൂ അല്ലേ? ചേച്ചി പിടിച്ചെഴുന്നേക്കൂ അല്ലേ? ആ അപ്പോൾ അത് ശരിയാ. അത് നല്ല കാര്യമാണ്. അതെ 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 അതെ. അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. വിഷമൊക്കെ മാറട്ടെ കേട്ടോ. കാല് മുറിഞ്ഞ ചെറിയ മുറിവല്ലേ ഉള്ളൂ, അത് സാരമില്ല. ടാറ്റാ ടാറ്റാ. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് കേക്കാണ് കേട്ടോ. ഓക്കെ.
എരിപ്പ് തൊടാൻ പറ്റിയില്ല, ചൂട് പൊടി ഒന്നും പറ്റിയില്ല. പിന്നെ ഇതിന് താഴെ വേഗാത്ത ചോറൊന്നും പോകും, നല്ലപോലെ അഴുകിയ സാധനമായി. പിന്നെ ഒരുമാതിരിപ്പെട്ട ഒന്നും കഴിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് കാപ്പിക്കുരു പഴുത്ത് കിടക്കണം, കമ്പ് വെട്ടിത്തരാൻ. ഇവിടെ മേടിച്ച് അവിടെ പോയതേ ഉള്ളൂ. അപ്പോഴാണ് നിങ്ങൾ നല്ല തണുത്ത അല്ലേ, നല്ല തണുത്ത കാറ്റ് ഇവിടെ. എന്ത് സുഖമാണ്, നല്ലൊരു AC ഫീലാണ് അവിടെ കേട്ടോ. സത്യം. നല്ല അത് ഈ മരത്തിന് തണലില്ല. അതെ 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 അതെ. താഴെ തോടാല്ലേ, അവിടെ തോടുണ്ടോ? അതല്ലേ, വലിയ പുഴ, വല്ല പുഴയാണ്. ആ അത് ശരി, അത് ശരി. അത് ആ പുഴയാണ് പാലം കയറി ഇങ്ങോട്ട് വന്നത്. ആ അതെ അതെ. ഞാനത് അവിടെ പോയി നോക്കി, എപ്പോഴും അവിടെ കിടക്കുന്ന സ്ഥലമേ. അതല്ലേ, അത് ശരി. ഇവിടെ പുള്ളിയുടെ സ്വന്തമായ സ്ഥലം ഉണ്ടല്ലേ. ഞങ്ങൾക്ക് കുറേ വീടുകൾ പോകാനുണ്ട് കേട്ടോ. മാറ്റം ഉണ്ടാവട്ടെ. Happy Christmas! അമ്മച്ചയുടെ കൈ കൊടുക്കാതല്ലേ? ആകാശത്തിലെ പക്ഷികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളത്തിലെ ശേഖരിക്കുന്നില്ല. സന്തോഷ് സന്തോഷ് അതെന്നെ ചോദിച്ചേ. നടുവേദന കഴിച്ചു വേദന എല്ലാം കൂടെ എനിക്ക് വയ്യാതായത്. മരുന്ന് കഴിക്കുന്നുണ്ടോ? ഈ നടുവേദനയും ഈ ഛർദി ഒരു വട്ടം കഴിച്ചിട്ടില്ല. വെള്ളം കുടിച്ചാൽ മതി, ഉടൻ ചുമച്ച് ഛർദി. തൊണ്ടയ്ക്കൊരു കെട്ടുമുണ്ട്, പ്രായമനുസരിച്ചത് അച്ഛൻ പറയുമ്പോഴേ ഫോണൊക്കെ സംസാരിക്കുന്നത്. അല്ല ഇപ്പൊ എവിടാ? ഞാനിപ്പോ തിരുവാമ്പാടിയിലുണ്ട്, കൂടഞ്ഞിലുണ്ട്. അനിക്കമ്പലി വരുന്നില്ല. അല്ല എനിക്ക് നല്ല പരിചയം, ഈ അമ്മയ്ക്ക് നല്ല പരിചയമുണ്ട്. ഒരു 14 കൊല്ലമായെങ്കിൽ ഇരിക്കാൻ തുടങ്ങിയില്ല. ആറ്റുംകൂടിന് മണ്ണം കൈപ്പിടി ഉണ്ട്, അവിടെ ബുദ്ധ വെട്ടിനാട്ടേക്ക് വീണ ശരീരം ഒട്ടാകെ തകർന്നു പോയി. ആദ്യമില്ല, ഞാൻ തന്നെ ഉള്ളായിരുന്നു. പിന്നെ വെളിച്ചം പറഞ്ഞ് എല്ലാവരും വന്ന് വയനാട്ടിലേക്ക് കൊണ്ടു. പിന്നെ അത് മുറ്റിയതാ, ഭയങ്കര വേദനയാണ്. അതിനുകൊണ്ട് ഈ നടുവിൽ നിന്നും ഒക്കെ ഒരു ദേശത്തോട് ശരിയായിരുന്നു. നടന്നും പള്ളി പോകാനും മരുന്ന് കഴിക്കുക. ഞങ്ങൾ പൊക്കോട്ടെ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. വിളിക്കാതിരിക്കും കേട്ടോ. ശരിയാണല്ലേ? രാവിലെ 9 മണിക്ക് പോയതാണ്. ഇപ്പോൾ സമയം 4 മണിയാകുന്നു. തിരുവമ്പാടി പഞ്ചായത്തിലെ മിക്ക വാർഡുകളിലും വിസിറ്റ് ചെയ്തു. അങ്ങ് എന്താ പറയുക, തേൻപാറയും മറിപ്പുഴ തൊട്ട് അഗസ്ത്യാമൊഴി വരെയുള്ള കുറേ കിടപ്പുരകൾ സന്ദർശിച്ചു. എല്ലാവരുടെയും വീട്ടിൽ എന്താ പറയുക, അവരൊക്കെ സംസാരിച്ചു. കേക്ക്, ക്രിസ്മസ് കേക്ക് കൊടുത്തു, സന്തോഷം പങ്കുവച്ചു.
ശരിക്കും ടയർഡായിട്ടുള്ളത് പറയാം. ഡോക്ടർ ബെസ്റ്റി ഉണ്ടായിരുന്നു, കൂടെ നമ്മുടെ എൽദോസും കൂടി. എൽദോസിൻ്റെ റിസോർട്ടിലായിരുന്നു ഞങ്ങൾക്ക്. എൽദോസ് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ലഞ്ചും തന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു. സാറേ എന്ത് പറയുന്നു? ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. എന്താ വെച്ചാൽ ഇത്രയും കിടപ്പ് രോഗികളെ പോയി നേരിട്ട് കാണാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും സാധിച്ചു. എല്ലാവരും ക്രിസ്മസിൻ്റെ ഒരു ആശംസ അറിയിച്ച് പോരാൻ പറ്റി. അതായത് പ്രത്യേകിച്ച് എൽദോസിനോടുള്ള നന്ദിയും പറയുന്നു. എന്ന് വെച്ചാൽ വളരെ ആതിഥ്യ മര്യാദയോടെ നമുക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും സ്നേഹവും എല്ലാം ഒത്തിരി തന്നു. നന്ദി. തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ ഇതുപോലെ തന്നെ ഓരോ മാസവും ഞങ്ങൾ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും നമ്മൾ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഒത്തിരി നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നന്മകൾ ചെയ്യാൻ റോട്ടറി മിസ്റ്റ് എംബഡേഴ്സിന് ഈ നമ്മുടെ തിരുവമ്പാടി ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ പേരൻ പാലിയേറ്റീവുമായി സഹകരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഒത്തിരി ഒത്തിരി പേർക്ക് അനുഗ്രഹപ്രദമാകുന്നു, ഒത്തിരി പേർക്ക് നന്മയാകുന്നു എന്നറിയുന്നത് ഞങ്ങൾക്കും സന്തോഷവും ചാരിതാർത്ഥ്യവും തുടരും ഇനി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. ബൈ ബൈ.